മേലാർക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ MCF കെട്ടിടം തുറന്നു നൽകി. 2022 മുതൽ 25 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് MCF കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 48 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. പഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് MCF കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ മാലിന്യ അല്ലെങ്കിൽ പാഴ്വസ്തു ശേഖരണത്തിൽ സർവകാല റെക്കോർഡാണ് 66,166 ടൺ. അതിന് മുമ്പ് എത്ര 30,000 ടൺ, നേരെ ഇരട്ടി. അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഹരിതകർമ്മസേന ഇത് ശേഖരിച്ചിരുന്നില്ലെങ്കിൽ ഇത് മുഴുവൻ എവിടെ വരുമായിരുന്നു? റോട്ടിൽ വരും, പൊതുസ്ഥലത്ത് വരും, തോട്ടിൽ വരും, പുഴയിൽ വരും, കായലിൽ വരും. 5-10 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ സ്ഥിതി എന്താകും? അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഹരിതകർമ്മസേന വഴി ഇത് ശേഖരിക്കുന്നു, തൽക്കാലം മിനി MCFൽ സൂക്ഷിക്കുന്നു, MCFൽ കൊണ്ടുവരുന്നു. അവിടെ ആധുനിക യന്ത്രങ്ങളുണ്ട്, ആ യന്ത്രങ്ങൾ ഇതിനെ ചെറുതാക്കുന്നു, അല്ലേ? ബെയിലിംഗ് മെഷീൻ, അതുപോലെ കൺവെയർ ബെൽറ്റ് ഉണ്ടോ മുകളിൽ? ഇല്ല, അതുകൂടി വെക്കണം, പഞ്ചായത്ത് ശ്രദ്ധിക്കണം. ഈ വർഷത്തെ വെച്ചിട്ടുണ്ട്, വെരി ഗുഡ്. കൺവെയർ ബെൽറ്റ് വേണം, ഷ്രെഡിംഗ് മെഷീൻ പൊടിക്കും, കഷ്ണാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ടെത്തിക്കും. റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഒറ്റത്തവണത്തെ പ്ലാസ്റ്റിക് ഉണ്ട്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്, നമ്മുടെ മിൽമ കവർ പോലുള്ള സാധനങ്ങൾ, അതുപോലെ പലതിൻ്റെയും കവർ. ഇതെന്ത് ചെയ്യും? ഇത് സിമെന്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനമായിട്ട് അയക്കും. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. KD പ്രസന്നൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ലീലാമണി എന്നിവർ മുഖ്യാതിഥികളായി. നവകേരള മിഷൻ കോർഡിനേറ്റർ സൈദലവി മുഖ്യപ്രഭാഷണം നടത്തി. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ VP ശരണ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്യത്തെ മികച്ച 5ാമത്തെയും സംസ്ഥാനത്തെ 1ാമത്തെയും പോലീസ് സ്റ്റേഷനായ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ TN ഉണ്ണികൃഷ്ണൻ, ഹോർട്ടിക്കൾച്ചറൽ ഡോക്ടറേറ്റ് ലഭിച്ച മേലാർകോട് കൃഷി ഓഫീസർ ഡോക്ടർ SG ലക്ഷ്മി, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ V രജനി, മാലിന്യമുക്ത നവകേരള കർമ്മപദ്ധതി ബ്ലോക്ക് കോർഡിനേറ്റർ പ്രേമദാസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാർ, മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T വത്സല സ്വാഗതവും സെക്രട്ടറി P ഹരീഷ് കുമാർ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.